ഹലോ ലോലി പീപ്പിൾ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിലൊരു ഫുഡിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, എൻ്റെ വീട്ടിലെ ഫുഡ്. ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞതെന്ന്. നമ്മൾക്ക് എല്ലാവർക്കും ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ച് പറയാൻ ഒരു 100 നാക്കാണല്ലേ. എനിക്ക് അതിൻ്റെ കൂടെ പറയാനുള്ള ഒരാളും അയാളുടെ ഈ ഫുഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അനിയത്തി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അനിയത്തിയുടെ റെസിപ്പിയിൽ ഉണ്ടാക്കിയ മന്തിയാണ് കേട്ടോ. മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ഉണ്ടാവാൻ ആരും തന്നെ ചാൻസ് ഇല്ല. മന്തി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നോട് റെസ്റ്റോറൻറ്റിലെ മന്തിയാണോ അല്ല എൻ്റെ വീട്ടിലെ മന്തിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എൻ്റെ വീട്ടിലെ മന്തി തന്നെ. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉണ്ടാക്കുന്ന ആളും, രണ്ടാമത്തേത് ഇതിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വെളിയിലെ അടുപ്പിലാണ് കേട്ടോ മന്തി ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ കാണിക്കുന്ന ഈ മന്തി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല, എവിടെയൊന്നും കഴിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ വീട്ടിലെ മന്തിയാണ് സൂപ്പർ എന്ന് പറയാനുള്ള കാരണം. അതും കൂടാണ്ട് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയും കൂടാണ്. ഈ മന്തിയുടെ റെസിപ്പിയും ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും വേണ്ടവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ.